തണ്ണീർമത്തൻ ദിനങ്ങൾ. സൂപ്പർ സ്റ്റാറായി സൈഫുള്ള. നാൽപ്പത് ഏക്കറിൽ നിന്നും 60 ദിവസം കൊണ്ട് കുറഞ്ഞത് 50 ലക്ഷം രൂപ അറ്റാദായം. 2016 2 ഏക്കർ പാട്ടത്തിനെടുത്തു തുടങ്ങിയ കൃഷി വളർന്ന് 40 ഏക്കറിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് ഈ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ചരിത്ര വിജയം നേടിയ ഹിറ്റ് മേക്കർ. കൃഷിയിൽ നിന്ന് വഴിമാറുന്നവർക്ക് കൃഷിയുടെ ലാഭവഴികളിലൂടെ മുന്നേറാമെന്ന് തെളിയിച്ച ഈ ചങ്കൂറ്റത്തിൻ്റെ പേരാണ് മലപ്പുറം കരിഞ്ചാപ്പാടി പാറത്തൊടി ഹൗസിൽ പി സൈഫുള്ള. വൈറ്റ് കോളർ ജോലി ഉപേക്ഷിച്ച് ഗ്രീൻ കോളർ ജോലിയെ വരിച്ച് കൃഷിയെ ജീവിത ലഹരിയാക്കിയ 32കാരൻ. അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും തികച്ചും യാഥാർത്ഥ്യം മാത്രം. പാലക്കാട് ജില്ലയിൽ ലക്കിടിപ്പേരൂരിൽ 6 പേരെ പങ്കാളിയാക്കി 16 ഏക്കറിലും, മലപ്പുറം ജില്ലയിൽ 2 പേരുമായി ചേർന്ന് 12 ഏക്കറിലും, കോഴിക്കോട് ചേന്നമംഗല്ലൂരിൽ 12 ഏക്കറിൽ 4 പേരുമായി ചേർന്നുമാണ് കൃഷി ഇറക്കിയത്. കൃഷിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് താങ്ങും തണലും നൽകി സധൈര്യം മുന്നേറാൻ സൈഫുള്ളയ്ക്ക് പ്രേരകമായത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ RKVY പദ്ധതികളും കൃഷി വകുപ്പ് പദ്ധതികളും. പാലക്കാട് ജില്ലയിൽ ലക്കിടിപ്പേരൂരിൽ പാലക്കാട് ഒറ്റപ്പാലം റെയിൽവേ പാതയ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിൽ തണ്ണിമത്തൻ പാട്ടകൃഷി നടത്തുന്ന 16 ഏക്കർ പാടമാണിത്. വേനലിൽ വരണ്ടൊഴുകുന്ന ഭാരതപ്പുഴയുടെ ഓരത്ത് തണ്ണീർക്കുടങ്ങളും പേറി വിശാലമായി നിറഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തൻ വള്ളികൾ തീവണ്ടി യാത്രക്കാർക്ക് എന്നും നിറ കാഴ്ചയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ വളവും വെള്ളവും നൽകി കൃത്യതാ കൃഷി രീതിയിലൂടെ ശാസ്ത്രീയമായ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന സഹായം നൽകിയത്. ഇവിടെ ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് രീതിയിൽ ശാസ്ത്രീയമായിട്ട് കൃഷി നടത്തുന്നതിന് സൈഫുള്ളയ്ക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. ഈ വർഷം ഏകദേശം 5.25 ലക്ഷം രൂപയുടെ ധനസഹായം അദ്ദേഹത്തിന് അർഹനായിട്ടുണ്ട്. ഇതിൻ്റെ വിപണന രംഗത്തും ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇടപെടുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടികോർപ്പിൻ്റെ വിപണന ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹോൾസെയിൽ രീതിയിലുള്ള വിപണന രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതുകൂടാതെ വിപണനത്തിനായി ഉള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിന് ധനസഹായം നൽകിയിട്ടുണ്ട്. കൊയ്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാൻ സന്നദ്ധനായി മലപ്പുറത്തു നിന്നെത്തിയ സൈഫുള്ളയെ ഇരു കൈയും നീട്ടിയാണ് പാലക്കാട് ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ അധികൃതർ വരവേറ്റത്. ഇവിടെ ലക്കിടി പേരൂർ പഞ്ചായത്തിലാണ് സൈഫുള്ളയുടെ, എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ പ്ലോട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് സൈഫുള്ളയുടെ ഈ ലക്കിടി പേരൂരുള്ള 16 ഏക്കറുള്ള സ്ഥലത്താണ്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുക, നമുക്ക് അതിൻ്റെ അപേക്ഷ വന്ന് നമുക്ക് ജനുവരിയോടുകൂടിയാണ് സൈഫുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇവിടെ ഒരു കൃഷി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഉടനെ തന്നെ ഈ ഫീൽഡുകൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സൈഫുള്ളയോടൊപ്പം തന്നെ ഇവിടെ വന്ന് നോക്കുകയും അതിൻ്റെ പ്രാഥമിക ഘട്ടം മുതൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. കൃഷിഭവനും അതേപോലെ ഹോർട്ടിക്കൾച്ചർ മിഷനിലെ സ്റ്റാഫുകളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് RKVYയിലെ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഫണ്ടിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നമ്മളത് ഡയറക്ടർ ഓഫീസിൽ മിഷൻ ഡയറക്ടറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ഫണ്ട് റിക്വയർമെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന് അഡീഷണലായിട്ട് നമുക്ക് ഫണ്ട് റിക്വയർമെൻറ്റ് കൊടുത്ത് അപേക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ RKVY ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കമ്പോണൻറ്റിൽ നമുക്ക് 6 ഹെക്ടർ സ്ഥലത്ത് ഉള്ള ഈ തണ്ണിമത്തൻ കൃഷിക്ക് 5,15,500 രൂപ അസിസ്റ്റൻസ് നമുക്ക് സൈഫുള്ളയ്ക്ക് മാറിക്കൊടുക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം തോന്നുന്നു. നല്ലൊരു കർഷകന് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഒരു ധനസഹായം കൂടെ നമുക്ക് ഈ വർഷം തന്നെ ചുരുങ്ങിയ കാലയളവിൽ നമുക്കത് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇലക്ട്രോണിക്സിൽ ബിരുദവും ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവുമുള്ള സൈഫുള്ളയ്ക്ക് കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് യുവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തത്. ഈ അവാർഡിലൂടെ കേരള കാർഷിക സർവകലാശാലയുടെ BSc അഗ്രികൾച്ചർ സീറ്റ് കരഗതമാക്കാനും സൈഫുള്ളയ്ക്ക് കഴിഞ്ഞു. പഠന തിരക്കുകൾക്കിടയിലും കുടുംബാംഗങ്ങളുടെയും കൃഷി പങ്കാളികളുടെയും കൃഷി വകുപ്പിൻ്റെയും പിന്തുണയോടെയാണ് സൈഫുള്ള കൃഷികാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇന്ന് ലക്കിടിപ്പേരൂരിൽ വിളവെടുപ്പിന് സൈഫുള്ളയുടെ ഉമ്മ മൈമുനയും ഭാര്യ അഷിതയും മകൻ അയാനും മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. കൂടാതെ ഒറീസയിൽ നിന്നെത്തിയ 2 കുടുംബങ്ങളെയും കൃഷിപ്പണികൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിളവെടുത്ത തണ്ണിമത്തൻ ഹോർട്ടികോർപ്പ് മുഖേന വിപണനം ചെയ്യാനുള്ള സൗകര്യവും കൃഷി വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഹോൾസെയിലായും വിറ്റഴിക്കുന്നുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പേർ തണ്ണിമത്തൻ കൃഷി രംഗത്തേക്ക് വന്നത് സീസണിൽ തെല്ലൊരു വിലയിടിവിന് കാരണമായതായി സൈഫുള്ള സാക്ഷ്യപ്പെടുത്തുന്നു. വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്തും വ്യത്യസ്ത വിപണന തന്ത്രങ്ങളിലൂടെയും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. കോഴിക്കോട് മുക്കം വാഴക്കാട് റൂട്ടിൽ ചേന്ദമംഗലൂരിൽ റോഡിന് ഇരുവശവും പാട്ടത്തിനടുത്ത് നോക്കത്താ ദൂരത്ത് പച്ച പരവതാനി വിരിച്ച് വളരുന്ന 12 ഏക്കർ തണ്ണിമത്തൻ പാടങ്ങൾ സൈഫുള്ളയുടെ വ്യത്യസ്ത വിപണന തന്ത്രത്തിന് ഒരു ഉദാഹരണം മാത്രം. എല്ലായിടത്തും തണ്ണിമത്തൻ വിളവെടുക്കുന്ന ഈ സീസണിൽ ഇവിടെ ഇളം പച്ചക്കായകൾ പൊട്ടിവിടരുന്നതേയുള്ളൂ. ഇവ വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഡിമാൻഡും കൂടും, ഒപ്പം മികച്ച വരുമാനവും ലഭിക്കും. സുഹൃത്തായ സലിം, ഭാര്യാപിതാവ് അബ്ദുൽ ഖാദർ എന്നിവർക്കൊപ്പമാണ് ഇവിടെ കൃഷി ഇറക്കിയത്. നമ്മുടെ ഈ മുക്കം പഞ്ചായത്തിൽ ഇവിടെ ഈ പുൽപ്പറമ്പിൽ 12 ഏക്കറോളം കൃഷി ചെയ്തത് നമ്മൾ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് സീസണിലേക്ക് കറക്റ്റാക്കിയിട്ടാണ് ഞാൻ സൈഫുള്ളയും ഇവരോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ രീതിയിൽ വരികയാണെങ്കിൽ നല്ലൊരു വിളവെടുപ്പാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നും കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും മറ്റ് കൃഷി വകുപ്പ് പദ്ധതികളുടെയും പിന്തുണയും സൈഫുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നിരവധി സഹായങ്ങൾ നമ്മൾക്ക് ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ട്രാക്ടർ ഉഴുത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 50% സബ്സിഡിയിലാണ് നമ്മൾ ഈ പ്ലോട്ട് അവർക്ക് ചെയ്യാനുള്ള സഹായം ഒരുക്കിയത്. അതുപോലെ SHM VDP പദ്ധതികളുടെ ഭാഗമായി ആകെ മൊത്തം ഏകദേശം 4.5 ലക്ഷം രൂപയോളം നമ്മൾ ഇവർക്ക് സഹായമായി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥർ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും നൽകി വരുന്നു. വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഏകദേശം മെയ് മാസത്തോടു കൂടി നമുക്ക് വിളവെടുപ്പ് ആരംഭിക്കാനാവും. ഉഴുതിളക്കിയ മണ്ണിൽ വാരങ്ങളെടുത്ത് തുള്ളിനന സംവിധാനം ഒരുക്കി പ്ലാസ്റ്റിക് പുതയിട്ടാണ് തണ്ണിമത്തൻ നടുന്നത്. പ്രോട്രേകളിൽ വിത്തുപാകിയാണ് ഇവിടെ തൈകൾ ഉണ്ടാക്കിയത്. ഏക്കറിന് 4500 തൈകൾ വേണം. വിത്തുപാകി 12 ദിവസം പ്രായമാകുമ്പോൾ പറിച്ചു നടും. 1 മാസത്തിനകം പൂവിട്ട് തുടങ്ങും. 55-ാം ദിവസം വിളവെടുക്കാം. ജലസേചനത്തിന് ആവശ്യമായ വെള്ളവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കി സഹായമൊരുക്കിയ മുക്കം നഗരസഭ വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ നാട് ഒരു ഉത്സവലഹരിയിലാണ്. എല്ലാവരും ഒന്നടങ്കം ഈ കൃഷി കാണാനും ഇതിൻ്റെ വിളവെടുപ്പ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്ത് ഈ രൂപത്തിലുള്ള തണ്ണിമത്തൻ കൃഷി ഇത്ര വ്യാപകമായിട്ട് ആദ്യമാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നാട്ടുകാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വെള്ളം എത്തിക്കാൻ, വൈദ്യുതി, അതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നാട് ഒരു വലിയ ഉത്സവലഹരിയിലാണ്. തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ഒരു വിളവെടുപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മുക്കം നഗരസഭയിലെ പ്രദേശത്തെ കൗൺസിലർ എന്ന അർത്ഥത്തിൽ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ലക്കിടിപ്പേരൂർ കൃഷി ഓഫീസർ ലയയുമായി തണ്ണിമത്തൻ കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സൈഫുള്ള. അപ്പോൾ സൈഫുള്ളയുടെ ക്രോപ്പ് ഓൾമോസ്റ്റ് ഹാർവെസ്റ്റ് ആയി അല്ലേ? അപ്പോൾ എല്ലാവർക്കും സൈഫുള്ളനെ പോലെ ഇതുപോലെ കൃഷിനോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളിവിടെ ചെയ്തത് 3 വെറൈറ്റീസാണ്. ഒന്ന് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന വലിയ ടൈപ്പ് ജൂബിലി കിങ്, പിന്നെ കിരൺ ടൈപ്പിൽ സെർഷ എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അത് രണ്ടും സിഞ്ചൻ്റെ സീഡ്സാണ്. പിന്നെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഓറഞ്ച് കളറ്, ഓറഞ്ച് മഞ്ച് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ചെയ്തത്. ഇത് എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് നമ്മളൊരു ജനുവരി 15-നാണ് ഇവിടെ ഫാം ഓപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വിത്തിടാൻ തുടങ്ങിയത്. എന്തൊക്കെ കൾട്ടിവേഷൻ പ്രാക്ടീസസ് ആണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ബെഡ് ഇത് ഓപ്പൺ പ്രിസിഷൻ മൾച്ചിങ് ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതിൽ തന്നെ പ്ലംബിംഗ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിന് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം നന നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വെള്ളം എത്തണം എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മളൊരു 10 ഭാഗങ്ങളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്ത് ഒരു 1.5 ഏക്കർ വെച്ചിട്ടൊക്കെ ഒരേ സമയം അറ്റ് എ ടൈമിൽ നനയ്ക്കാൻ പറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ. ബെഡ് എടുത്തതിന് ശേഷം അടിവളം എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അടിവളം നമ്മൾ ഫാക്ടർ ഫോസും 12, 11, 18 കൂടെ ബെഡ് എടുക്കുന്ന സമയത്ത് തന്നെ ആ മെഷീൻ്റെ കൂടെ തന്നെ ഇട്ട് പോവുക ചെയ്ത്. അതിൽ തന്നെ അങ്ങനെ വളം ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അത് ചെയ്തത് തന്നെ മെഷീൻ്റെ സഹായത്തോടെ. അതുകൊണ്ട് നമുക്ക് ലേബർ കോസ്റ്റ് കുറച്ച് കുറഞ്ഞു കിട്ടി. അത് നമുക്ക് മുമ്പ് മലപ്പുറത്ത് ചെയ്തപ്പോൾ അത് SHM സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ വാങ്ങി തന്നതാണ്. ഫണ്ട് ഫോർമർ മൾച്ചിങ് ഷീറ്റ് ലെയർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ അറ്റ് എ ടൈമിൽ ബണ്ട് ഫോം ചെയ്യും, വളം അത് ഇടും, പിന്നെ ഈ ബണ്ടിനെ ഒന്ന് ഷേപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഡ്രിപ്പ് ടേപ്പ് വലിക്കാം, ഷീറ്റ് ഇടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡ്രിപ്പ് ടേപ്പ് വലിക്കാനും ഷീറ്റ് ഇടാനും പറ്റുന്നില്ല. കാരണം ഈ മണ്ണ് അത്രയും പൊടിയാവണം, എന്നാൽ മാത്രമേ ഷീറ്റ് വിരിക്കൽ പോസിബിൾ ആവുള്ളൂ. സോയിങ് നമ്മൾ ഡയറക്റ്റ് സോയിങ്ങാണ് ചെയ്തത്. കാരണം നമുക്ക് ആ ടൈമിനെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സോയിങ് ചെയ്തത്. പിന്നെ ഇവിടെ പുതിയൊരു സ്ഥലത്ത് വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ തൈ ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ വൈൽഡ് ആനിമൽസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാക്കി, എന്നാലും അത് റിക്കവർ ചെയ്ത് പോന്നിട്ടുണ്ട്. സ്പേസിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? എത്ര സ്പേസിംഗിലാണ് ചെയ്തിരിക്കുന്നത്? 2 മീറ്ററാണ് ഒരു ബെഡിൻ്റെ 2 ബെഡുകൾ തമ്മിലുള്ള സ്പേസിങ്. ഒരു പ്ലാന്റുകൾ തമ്മിൽ 40 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ അകലം വെച്ചിരിക്കുന്നത് അല്ലേ. ഈ മൾച്ചിൽ ഷീറ്റിൽ പിന്നെ ഹോൾ ഇട്ടിട്ട് അത് നമ്മൾ പൈപ്പ് കൊണ്ട് ഹോളുകൾ ചെയ്തിട്ട് വെള്ളം പോകുന്ന ഒരു 40 സെൻറ്റിമീറ്റർ ഏകദേശം അകലം നമുക്ക് അറിയാൻ പറ്റും. അത് ഹോൾ ഇട്ടിട്ട് അതിൽ വിത്തിടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോയിങ് ടു ഹാർവെസ്റ്റിംഗ് എത്രയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ? എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സേഫിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഒരു 65 മുതൽ 70 ദിവസം വരെയാണ്. അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഈ ജൂബിലി കിങ്ങൊക്കെ ആകുമ്പോൾ ഒരു 55 ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. നട്ട് അതിന് പുല്ല് ഈ ഷീറ്റിൻ്റെ ഹോളിൻ്റെ ആ ഒരു സ്പേസിൽ കുറച്ച് പുല്ല് എന്തായാലും വരും. അത് നമ്മളെടുത്ത് കുറച്ച് പൊടിമണ്ണൊക്കെ അതിനകത്തിട്ട് കാറ്റിന് ആടാത്ത രീതിയിൽ അതിനെ ഫിക്സ് ചെയ്ത് നിർത്തണം. അത് മാത്രമാണ് അതിലൊരു മാനുവൽ പണിയുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. പിന്നെ നമ്മളൊരു പെസ്റ്റിസൈഡ് ഒരു സ്പ്രേ കൊടുക്കും ആ ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നെ ഒരു ഗ്രോത്ത് ഹോർമോൺസും അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്പ്രേ കൊടുത്താൽ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഫെർട്ടിഗേഷൻ്റെ കൂടെ കൊടുക്കേണ്ട ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഫെർട്ടിഗേഷനിൽ ഏതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്? 12, 11, 18 നമ്മൾ അഗൈൻ വീണ്ടും ഒരു റിപ്പീറ്റഡ് ഡോസായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ 90 കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് കാൽഷ്യം സിങ്ക്, അതുപോലെ ബോറോണേറ്റഡ് കാൽഷ്യം നൈട്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫെർട്ടിഗേഷൻ ഇൻ്റർവെൽ എങ്ങനെയാണ്? എത്ര ഫ്രീക്വൻസിയിലാണ് വളങ്ങൾ കൊടുക്കുന്നത്? അതൊരു ഒരാഴ്ചയിൽ അവർ ഒരാഴ്ചക്കുള്ള ഷെഡ്യൂളാണ് നമുക്ക് തരുന്നത്. പ്ലാന്റിൻ്റെ ഓരോ സ്റ്റേജ്, ഇപ്പോൾ 4 ലീഫ് സ്റ്റേജ്, 2 ലീഫ് സ്റ്റേജ്, അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജ്, ഫ്രൂട്ട് സെറ്റിംഗ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഗ്രോയിങ് സ്റ്റേജ്, ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജ്, അങ്ങനെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 3-4 സ്പ്ലിറ്റ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്നും ചെടി ലൈവായിട്ട് നിൽക്കും. ഇപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സ്ഥലത്താണെങ്കിൽ പോലും ചെടി പോയിട്ടില്ല. അത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ്. സേഫുള്ള ഏകദേശം ഒരു ഏക്കറിൽ ലീസിനെടുത്ത് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഒരേക്കർ വന്നിട്ടുണ്ട്. സാധാരണ റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ അവിടെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ടാവും. അപ്പോൾ ഒരു 40,000 രൂപ മുതൽ 50,000 രൂപ വരെ നമുക്ക് കുറയും. ഇപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് റിട്ടേൺസ് എത്ര കിട്ടും ഏകദേശം? റിട്ടേൺസ് ഒരു 18 മുതൽ ഒരു 20 ടൺ വരെയൊക്കെയാണ് സാധാരണ കിട്ടാറ്. ഇവിടെ അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ആ ഒരു
ഫിഗറിലോട്ടങ്ങ് എത്തൂല, അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരാൾ, ഒരു യുവ കർഷകനാണ് സൈഫുള്ള. ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നില്ലേ ഇപ്പോൾ? അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് മാത്രമേ നമുക്കൊരു വിഷയമുള്ളൂ. പിന്നെ നമുക്ക് പഠനത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ തണ്ണിമത്തൻ്റെ സീസൺ ഏകദേശം കഴിയാറായല്ലോ. അപ്പോൾ എന്താണ് അടുത്ത സീസണിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തണ്ണിമത്തൻ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കൃഷി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമുക്ക് 2 പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഒരു മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു കൃഷിയാണ്. മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത് മെയിൻലി നമുക്ക് കുറുന്തോട്ടി, അതാകുമ്പോൾ കോമ്പറ്റീഷൻ അധികം ആരും ഇല്ല ഇവിടെ. ഈ തൃശ്ശൂർ മറ്റത്തൂർ സൊസൈറ്റി മാത്രമാണ് ഒരു ബൾക്ക് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് പിന്നെ കോട്ടക്കൽ ആയുർവേദശാലയായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അവർ നമ്മൾ ചെയ്തതൊക്കെ എല്ലാ വർഷങ്ങളും എടുക്കാറുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് മുന്നേ കൃഷി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ? ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ നീലമരി, കൊടുവേലി, ചെത്തിക്കൊടുവേലി, കുറുന്തോട്ടി, ചെങ്ങൈ നീർക്കിഴങ്ങ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ വലിയൊരു കോമ്പറ്റീഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാത്രമാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വല്ല TC ബനാനയുടെ വല്ല സ്കീമും ഒരുമിച്ച് തരികയാണെങ്കിൽ, അങ്ങനെ ലഭ്യമാവുകയാണെങ്കിൽ ഫുള്ളായിട്ട് TC ബനാന ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ശാസ്ത്രീയമായി കൃത്യത കൃഷി രീതിയിൽ വിപണി കണ്ടറിഞ്ഞ് കൃഷി ചെയ്താൽ വിജയകരമായി വരുമാനം നേടാം എന്ന് സൈഫുള്ള നമുക്ക് കാട്ടിത്തരികയാണ്. വിപണിയുടെ ചെറിയ ചലനങ്ങളും കൃഷിയുടെ പുതിയ മാറ്റങ്ങളും ഉൾക്കൊണ്ട് കൃഷി വകുപ്പിൻ്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളുടെയും പിന്തുണയോടെ കൃഷിയിൽ മുന്നേറ്റമുണ്ടാക്കാമെന്നും ഈ യുവാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാർ ആധുനിക കൃഷി രീതികൾ പഠിക്കാൻ ഇസ്രയേലിലേക്ക് തിരഞ്ഞെടുത്ത കർഷക സംഘത്തിൽ ഉൾപ്പെട്ട സൈഫുള്ളയുടെ അടുത്ത ലക്ഷ്യം വിദേശ രാജ്യങ്ങളിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് ശാസ്ത്രീയ കൃഷി ചെയ്യുക എന്നതാണ്. ശാസ്ത്രീയ കൃഷിയിലൂടെ സുരക്ഷിത ഭക്ഷ്യോത്പാദനവും ആരോഗ്യ സംരക്ഷണവും കൃഷിയിൽ നിന്ന് സുരക്ഷിത വരുമാനവും ലക്ഷ്യമിട്ട് മുന്നേറുന്ന ഈ യുവാവിനെ നമുക്ക് മാതൃകയാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9895601597